ഞങ്ങൾ അൽവഫയുടെ റോഡ് ഷോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. ഭാഗ്യം ഇപ്പോൾ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേരെന്താണ്? മലയാളത്തിൽ നമ്മൾ ഭാഗ്യം ഇപ്പോൾ, അതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്താണ്? യെസ്, അതാണ്. അടിപൊളി. അപ്പൊ ചുമ്മാ ഞാനോർത്ത് എനിക്ക് മാത്രമേ ബുദ്ധി ഇല്ലാത്തുള്ളൂ, എല്ലാവർക്കും ബുദ്ധി ഉണ്ടേ. ഓക്കെ, ചോദിച്ചിട്ടൊക്കെ ഇല്ല, ഞാൻ മേളോട്ട് നോക്കിയിരുന്നു. നമുക്കറിയാം, ഞങ്ങൾക്ക് ഉത്തരം അല്ല, നിങ്ങളോട് ചോദിക്കാം. നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ നേരത്തെ പഠിച്ചിട്ടാ വരുന്നേ. അപ്പൊ നിങ്ങളെ പോലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അതാണ് അതിപ്പോ വഴിയേ പോയൊരു ഭാഗ്യം വന്ന് കയറിയതല്ലേ. അതാണ്. അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പൊ തന്നെ അൽവഫയുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഏതായാലും അൽവഫയിൽ നിന്നൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ. പിന്നെ ഈ മുട്ടായി കഴിച്ചിട്ടിൻ്റെ റിവ്യൂ ഒന്ന് പറയാമോ? എല്ലാവർക്കും തരാമേ? എല്ലാവർക്കും തരാം. വരൂ, നിങ്ങളെല്ലാം ഫ്രണ്ട്സ്. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നാട്ടിലെവിടെയാണ്? കണ്ണൂർ. ഓക്കെ, എല്ലാ ജില്ലക്കാരും ഉണ്ട്. ഓക്കെ ഓക്കെ. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരാണോ നിങ്ങളൊക്കെ? ഷുഗർ ഉണ്ടോ? ഇല്ലല്ലോ. നല്ല മുട്ടായാണ് അല്ലേ? ഓക്കെ. ഇത് പ്ലാനറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്വീറ്റാണ്. നിങ്ങളുടെ ഇനി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വാങ്ങിക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. പേരെങ്ങനെയായിരുന്നു? അർജുൻ. എന്തായിരുന്നു പേര്? ഷക്കീർ. സനൂപ്. നിതീഷ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പറയാമേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു മുട്ടായി തന്നു. ഈ മുട്ടായി കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂസ് ഇപ്പം തന്നെ ഒന്ന് പറയണം. എങ്ങനെയുണ്ട് ഈ മുട്ടായി? വെറുതെ പറയരുത്. ആണോ? എന്തായിട്ടാ തോന്നുന്നത്? എന്ത് ഫ്ലേവറാണ് ഇപ്പോൾ? ഓക്കെ, ഇത് പ്ലാനറ്റ് എന്ന് പറയുന്ന ചോക്ലേറ്റ് ആണ്. ഇത് നമുക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ബർത്ത്ഡേസിനൊക്കെ മേടിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഉണ്ട്. ഇത് വേറെ പരിപാടിയൊന്നും അല്ല, അൽവഫയുടെ ഒരു റോഡ് ഷോ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ഓക്കെ, പേരെങ്ങനെയായിരുന്നു? പേര് നൗഷാദ്. നൗഷാദ്. നാട്ടിലെവിടെയാ? നാട്ടില് മലപ്പുറം. മലപ്പുറം. ഏറ്റവും കൂടുതൽ മലപ്പുറം ആണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. യെസ്. ഇനി അത് നോക്കട്ടെ. ഓക്കെ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദം. മലയാളമാണ്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കും. കണക്കായിട്ടോ? രാരീരം. രാരീരം അല്ല, രായിൽ തുടങ്ങി രായിൽ തന്നെ അവസാനിക്കണം. രായിൽ തുടങ്ങി രായിൽ തന്നെ അവസാനിക്കണം. രമ്മൊന്നും വരാൻ പാടില്ല, രാ തന്നെ വരണം. രാരാ യു അല്ല. കിട്ടുന്നില്ല. ഒന്നും കൂടെ ട്രൈ ചെയ്യും. മലയാളത്തിലുള്ള വാക്കാണ്. കണക്കിനകത്തൊക്കെ വരും. കണക്ക് നമ്മള് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ കണക്ക് പറയുമ്പോ നമ്മൾ ആ പദം ഉപയോഗിക്കും. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. ഇല്ല. കിട്ടുന്നില്ല. ഓക്കേ, പോട്ടെ. അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? അതും ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഫോളോ ചെയ്താ അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കിന്. ആണോ? എത്ര നാളായി ഇവിടെ? ഇവിടെ 2 months ആയിട്ടുള്ളൂ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരും. അപ്പൊ നിങ്ങളെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മാനം തരുന്നതായിരിക്കും. പക്ഷെ അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേക്കണേ, മറന്നേക്കരുത്. ഓക്കെ, എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഒരു മുട്ടായി കഴിക്കാം. ആരാ? ആണോ? നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കിപ്പോണ്ട്. എടുത്തോ മുട്ടായി എടുത്തു. 2:30. ഹലോ. യെസ്. ഹായ്. മലയാളിയാണോ? പേരെന്തായിരുന്നു? ഇർഷാദ്. വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ചാനൽ അൽവഫയുടെ പേജ് തന്നെയാണ്. അൽവഫയുടെ ഒരു റോഡ് ഷോ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ഉത്തരം തരികയാണെങ്കിൽ അപ്പം തന്നെ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, മോനാണോ? മോന്റെ പേരെന്താ? അടിപൊളിയായിട്ടുണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ഇരിക്കട്ടെ. ആദ്യമേ ഇതൊരെണ്ണം കൂടെ പിടിച്ചോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, കുസൃതി ചോദ്യമാണ്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദം. രായിൽ അവസാനിക്കുന്ന ഒരു പദം. നമ്മൾ മലയാളത്തിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണത്.
ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട കുസൃതി ചോദ്യമാണ്. കണക്കിലാണ് ഏറ്റവും കൂടുതൽ നമ്മളത് യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സ് അറിയാമോ? കണക്കിൽ ഞാൻ പണ്ടേ വീക്കാണത്. ചാക്കോമാഷ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആലോചിക്കൂ, മലയാളികളാണ് നമ്മൾ, അത് പറഞ്ഞില്ലെങ്കിൽ നാണക്കേട്. ആ, രായിൽ തുടങ്ങി രായിൽ അവസാനിക്കും. കണക്കിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് പദം. പിന്നെ സ്പടികം സിനിമയിൽ നമ്മുടെ ചാക്കോമാഷിനും അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആണ്, കണ്ടാ അറിയാം. സമയം പോയിക്കൊണ്ടിരിക്കുന്നു, ഒന്നും കൂടെ ചിന്തിച്ചു. എന്തേലും ചാൻസ് ഉണ്ടോ? ഞങ്ങൾ ഇത്രയും നേരം ചോദിച്ച ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ എല്ലാവരും പറഞ്ഞു. മറക്കരുത്, അത് ഓർത്തിരുന്നിട്ട് പറ. കിട്ടുന്നില്ല. ഓക്കെ, എന്നാ വിട്ടേക്ക്. ഉത്തരം 2.5. 2.5 രായുണ്ട്. അപ്പുറം തുടങ്ങുമ്പോഴും രായാണ്, അവസാനിക്കുന്നത് രായാണ്. 2.5 കണക്കിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. പിന്നെ അടുത്ത പ്രാവശ്യം വൈഫിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുള്ള ആളാണോ? വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അൽവഫയുടെ പേജ് ഫോളോ ചെയ്യും. അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴത്തേക്കിന് സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും പിടിച്ചോളൂ. ഒന്നും കൂടെ ഇരുന്നോട്ടെ. ഒരു ടീം പടയോടെ പ്രശ്നമില്ലല്ലോ. നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കും, ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. ആ, മലയാളത്തിൽ തന്നെ. ഇംഗ്ലീഷ് ഒന്നും നമുക്കില്ല. അതെ. ഓക്കെ. ഇവിടെ നിന്നോണ്ട് പറയുന്നത് ശരിയല്ല. നീ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോ അവരോട്? എന്തെങ്കിലും പേരൊക്കെ ചോദ്യമില്ലടാ, ഞാൻ പറയാം. ഒരു കുസൃതി ചോദ്യമാണ്. അതിന് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. നാട്ടിലെവിടെയാ? കാസർഗോഡാ? കാസർഗോഡ് എവിടെ? തളങ്കര. ഞാൻ പഠിച്ചതൊക്കെ കാസർഗോഡായിരുന്നു, കാഞ്ഞങ്ങാട്. ഓക്കെ ഓക്കെ, ഇതൊന്ന് എളുപ്പം ചോദിക്കാമോ? നീ കഥ പറയാൻ നിന്ന് അവിടെ അങ്ങ് നിൽക്കുവേ. നമ്മൾ ആവശ്യമുള്ളപ്പോൾ എടുത്തു വെക്കും, ആവശ്യമില്ലാത്തപ്പോൾ വലിച്ചെറിയും. ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ട് അത് അറിയാവുന്ന അറിയത്തില്ല. അതിന് പകരം ഇലക്ട്രോണിക്കിന്റെ കുറെ സാധനങ്ങൾ വന്നിട്ടുള്ളതുകൊണ്ട് അത് അധികം ആരും യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും ഇപ്പൊ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളപ്പോൾ നമ്മൾ എടുത്തു. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും. ആലോചിച്ചോക്കിയ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? സമ്മാനമുണ്ട്, മുട്ടായും കിട്ടും, സമ്മാനവും കിട്ടും. ചിലപ്പോ കിണറിനൊക്കെ യൂസ് ചെയ്യും കേട്ടോ. കയറല്ല, ഒന്നും കൂടി അടുത്തെത്തിയിട്ടുണ്ട്. ചൂട് ചൂട്. കിണറിലും വേണേ നമ്മൾ യൂസ് ചെയ്യും, അല്ലാതെയും യൂസ് ചെയ്യും. ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ അത് കൂടുതലും വലിച്ചെറിയുക. ചിന്തിക്ക്. ആവശ്യമില്ലാത്തപ്പോൾ ഇത് എടുത്തു വെക്കും, ആവശ്യമുള്ളപ്പോൾ നമ്മളിങ്ങനെ വലിച്ചെറിയും. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, കിണറിന്റെ മണ്ടയ്ക്ക് നമ്മൾ വല ഇടാറുണ്ടല്ലോ, കിണറിനാട്ടില്. ഓക്കെ, അപ്പൊ എന്നാ പിടിച്ചോളൂ. അപ്പൊ അൽവഫയുടെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴും ഇതേപോലെ പ്രൈസ് കിട്ടണം, നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ അൽവഫയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പൊ പിന്നെ എല്ലാവർക്കും ഇത് ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആണ്. ഇത് കഴിച്ചിട്ട് ഇതിന്റെ റിവ്യൂ കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകണം കേട്ടോ. ഇത് വന്നിട്ട് പ്ലാനറ്റ് ചോക്ലേറ്റ് എന്ന് പറയും. എല്ലാവർക്കും തരാം. ഇത് എത്ര എണ്ണം ഉണ്ട് മൊത്തം? ഇതെല്ലാം നിങ്ങളുടെയാ? ഇത്രയും ആൾക്കാർ നിങ്ങളുടെയാ? ആ, കൊള്ളാം, നന്നായിട്ടുണ്ട്. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? നോക്കി കിട്ടിയോ? അടുത്ത ദിവസം കൂട്ടുകാർക്കൊക്കെ കൊണ്ട് സ്കൂളിൽ കൊടുക്കണം. അടിപൊളി. ഓക്കെ, താങ്ക് യു സോ മച്ച്.
കുസൃതി ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലയോ, നിങ്ങളൊന്നും വിഷമിക്കേണ്ട. നിങ്ങളൊരു അൽവഫ ഫോളോവർ ആണോ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ മറക്കാതെ ഫോളോ ചെയ്തേക്കുക. ആൽബഫയുടെ അക്കൗണ്ട് ഈ താഴെ ടാഗ് ചെയ്തേക്കുന്ന ഈ 2 അക്കൗണ്ടുകളും.